മൂന്നാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ച തന്നെയാണ് നാലാം സങ്കീർത്തനം. മൂന്നാം സങ്കീർത്തനം ഒരു പ്രഭാത ഗീതമാണെങ്കിൽ നാലാം സങ്കീർത്തനം ഒരു സന്ധ്യാ നമസ്കാരമാണ്. 8-ാം വാക്യമായ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നതിൽ നിന്നും അതാണ് മനസ്സിലാക്കേണ്ടത്. 1-ാം വാക്യത്തിൽ സഹായത്തിനുള്ള അപേക്ഷയും ശത്രുക്കളോടുള്ള പ്രതിവാദം 2 മുതൽ 5 വരെ വാക്യങ്ങളിലും താനും ശത്രുക്കളും തമ്മിലുള്ള വ്യത്യാസം 6, 7, 8 വാക്യങ്ങളിലും കാണാം. കഴിഞ്ഞ കാലത്തെ ഓർത്ത് എനിക്ക് നീ വിശാലത വരുത്തിയെന്ന് നന്ദി പ്രകാശനം ചെയ്യുന്നതിൽ നിന്നും പഴയത് മറന്നു കളയാതെ പുതിയ കൃപ യാചിക്കുന്നത് ദാവീദിൻ്റെ പതിവായിരുന്നു എന്ന് മനസ്സിലാക്കാം. മൂഢനായ ശത്രുവിനെ പോലെ പെരുമാറുന്ന സുന്ദരനും ബുദ്ധിശൂന്യനുമായ സ്വന്തം മകനായ അബ്ശാലോമിനെ കുറിച്ച് 2-ാം വാക്യത്തിൽ അവൻ്റെ പ്രതീക്ഷകൾ ശൂന്യമെന്ന് പറയുന്നു. യഥാർത്ഥ ഭക്തന്മാർ വളരെ അപൂർവമാണ്. നീതിമാൻ സൂര്യകാന്തി പുഷ്പം പോലെ, ലെബാനോനിലെ വീഞ്ഞു പോലെ, അഹറോന്റെ മാർപ്പതക്കത്തിലെ ശോഭ പോലെ, കൂടാതെ ശ്രേഷ്ഠനും വിലയേറിയവനും എന്നും 16-ാം സങ്കീർത്തനം സാക്ഷിക്കുന്നു. നിക്ഷേപമെന്ന് മലാഖി 3:17, സങ്കീർത്തനം 135:4 എന്നിവിടങ്ങളിലും ഭക്തൻ സന്തോഷത്തിൻ്റെ തോട്ടമെന്ന് ഉത്തമഗീതം 4:12, മനോഹര തങ്കമെന്ന് വിലാപങ്ങൾ 4:2, ഊതിക്കാച്ചിയ പൊന്നാണെന്ന് സെഖര്യാവ് 13:9 കാണാം. 4-ാം വാക്യത്തിൽ ചിന്തിക്കാത്തത് കൊണ്ട് ഭയമുണ്ടാകുന്നില്ലെന്നും അതുകൊണ്ട് പാപം ചെയ്യുവാൻ മടിയില്ലെന്നും കാണുന്നു. ദൈവം മനുഷ്യൻ്റെ ആത്മാവിനോട് ആശയവിനിമയം നടത്തുമ്പോൾ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശക്തിയുടെയും ദർശനം നമുക്ക് നൽകുന്നു. അത് അവാച്യമായ ആനന്ദമാണ്. ശാന്തമായ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ് ആ സ്വർഗീയമായ ആനന്ദം. തൽഫലമായി ഞാൻ സമാധാനമായി കിടന്നുറങ്ങുമെന്ന് ദാവീദ് പറയുന്നു. ശരീരത്തെ ഉന്മേഷഭരിതമാക്കാൻ നല്ല ഉറക്കം ഉപകരിക്കും. ഉറക്കത്തിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞാൽ ഗാഠനിദ്രയാണ്. പിന്നീട് ഉറക്കത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരും. കൃത്യവും സുഖകരവുമായ ഉറക്കം ദൈവത്തിൻ്റെ ദാനമാണ്. 4-ാം സങ്കീർത്തനം മനഃശാസ്ത്രപരവും ജീവശാസ്ത്രപരവുമെന്നും നമുക്ക് വ്യാഖ്യാനിക്കാം.